ഇന്നത്തെ ബില്ല് എന്തായാലും ഞാൻ കൊടുക്കാവേ. എടാ UPI വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് കൊടുത്തേക്കാവോ? ഞാൻ പിന്നെ തരാം. എപ്പോഴും ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ആയിക്കോ, അതുകൊണ്ട് കയ്യിലൊന്നും കിടക്കത്തില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞാലോടാ? ഇല്ലടാ, ഒന്നും പറഞ്ഞില്ല. ഓക്കെ. എടാ 3-6 ആര് ഏകദേശം സെറ്റായിട്ടുണ്ട്. അഡ്വാൻസ് വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്തിടാം. എടാ ഇന്ന് തന്നെ വേണോ? എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു കേട്ടോ, ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ പൈസ ഒന്ന് ഇട്ടേക്കാം, ഞാൻ പിന്നെ തരാം. കണ്ട ഷെയർ മാർക്കറ്റിൽ ഒന്ന് പുറകെ കിടന്നേ അവളെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കി. അയ്യാ ബിൽ. എടാ ഞാനേ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ടേ, കോൾ എടുത്തിട്ട്. എടാ പോവല്ലേ, ഞാനീ പൈസ എടുക്കാൻ വിട്ടുപോയി. അക്കൗണ്ടിലാണെങ്കിൽ വലിയ പൈസയും കിടപ്പില്ല. ഒന്ന് ഇപ്പോഴത്തെ കൊടുക്കും, ഞാൻ പിന്നെ തരാം. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ട്രേഡിങ് ഷെയർ മാർക്കറ്റ് ഒക്കെ ചെയ്യുന്നില്ല, എന്നിട്ട് ഈ പൈസ ഒക്കെ എവിടെ പോകുന്നു? എന്തായാലും പൈസ കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. കിട്ടുന്നുണ്ട്, ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്രോക്കേജ് ഫീസിനകത്ത് അങ്ങ് പോകും. അപ്പൊ നീ ശൂന്യ ട്രേഡിംഗ് ചെയ്യുന്നില്ലേ? ശൂന്യ അതെന്തുവാ? ഇത്ര അടിപൊളി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നിനക്ക് 0 ബ്രോക്കേജിലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പറ്റും. അപ്പൊ ലാഭം നിന്റെ മാത്രമായിരിക്കും. കാര്യമായിട്ട്? എടാ അത് മാത്രമല്ല, ഇൻട്രാഡേയിലും F&Oയിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വെറും 5 രൂപ മാത്രമേ ആകത്തുള്ളൂ. എടാ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന 20 രൂപ കൊടുത്തോണ്ടിരുന്നേ. എടാ ശൂന്യനാണ് ഇത്രയും വലിയ ബ്രോക്കേജ് എടുത്തോണ്ടിരുന്നത്. കൂടാതെ ഇന്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല ഇക്വിറ്റി, F&O, കമ്മ്യൂണിറ്റീസ്, കറൻസീസ്, ETF, മ്യൂച്വൽ ഫണ്ട്സ് ഇതെല്ലാം ഒരു ആപ്പിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ശൂന്യ തന്നെ യൂസ് ചെയ്യാല്ലേ? എടാ പിന്നെ ലാഭം കിട്ടി തുടങ്ങുമ്പോൾ ബില്ലൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ലിങ്ക് ബയലുണ്ട്. ഇപ്പൊ തന്നെ ശൂന്യയോടുള്ള ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വേണമെങ്കിൽ.